Hi friends, welcome back to food vlog. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ കറിന്റെ റെസിപ്പിയാണ്. അപ്പൊ ഇതാണ് ബസള, മലബാർ സ്പിനാച്ച് എന്നും പറയും. കാസർഗോഡ് ഇങ്ങോട്ടുള്ള ആൾക്കാർക്കൊക്കെ നല്ല പരിചയമുള്ള ഒരു വെജിറ്റബിൾ ആണിത്. പക്ഷെ എന്നാൽ കണ്ണൂർ, തൃശ്ശൂർ ആ ഭാഗത്തോട്ടുള്ളവർക്കൊക്കെ ഒട്ടും പരിചയമില്ലാത്ത ഒരു വെജിറ്റബിൾ ആണ്. എന്റെ കുറെ ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കറിന്റെ റെസിപ്പി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ആക്കാന്ന് വിചാരിച്ചത്. അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നല്ല ഫ്രഷ് ആയിട്ടുള്ള വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ബസള ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കഴുകി വൃത്തിയാക്കി ഒന്ന് കട്ടാക്കി എടുക്കാം. അപ്പൊ ബസള കട്ടാക്കി ഒരു പാത്രത്തിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ അരിഞ്ഞെടുത്ത ചെരങ്ങയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ചെരങ്ങ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ പരിപ്പ് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ബസള മാത്രമായിട്ടും കറി വെക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. നെക്സ്റ്റ് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പൊ ബസള വെന്ത് വരുമ്പോ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് ഉണ്ടാക്കി എടുക്കാം. അതിനായി ഞാനിവിടെ 2 തേങ്ങ ചിരവിയത്, 1 കപ്പ് ചുവന്ന മുളക്, കുറച്ച് മല്ലി, ഹാഫ് ഉള്ളി അരിഞ്ഞെടുത്തത്, 7 വെളുത്തുള്ളി, പിന്നെ 1 ടീസ്പൂൺ ടർമറിക് പൗഡറും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക. അപ്പൊ ഈ ബസളക്കറിക്കുള്ള അരപ്പ് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പൊ ഈ അരപ്പിനെ നെക്സ്റ്റ് നമുക്ക് വേവിച്ചെടുത്ത ബസളയിലോട്ട് ആഡ് ചെയ്യാം. ഇനി ഇതിനെ ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പൊ നമ്മുടെ നാടൻ ബസളക്കറിന്റെ റെസിപ്പി എല്ലാരും കണ്ടല്ലോ. ഈ കറി നമുക്ക് ഡിന്നറിന് യൂസ് ചെയ്യാം, ലഞ്ചിന് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് യൂസ് ചെയ്യാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിക്കാം. ഒപ്പം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.